السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇടവ പാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെ ഭാഗമായി മാനവ സമൂഹത്തിന്റെ സൗഹൃദത്തെയും ഐക്യത്തെയും മുൻനിർത്തിക്കൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ശ്രദ്ധേയമായ ഒരു മതസൗഹാർദ്ദ സമ്മേളന വേദിയിലാണ് ഞാനും നിങ്ങളും സന്നിഹിതരായിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വലമൊരുക്കുന്ന ബഹുമാന്യർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ MLA, അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള മറ്റ് പല വ്യക്തികൾ, സ്വാമിജി, ഫാദർ, എല്ലാവരും ഉൾക്കൊള്ളുന്ന ഈ ഒരു സദസ്സ്. സ്വാമിജിയുടെ പ്രസംഗം അവസാനിച്ച ഭാഗത്ത് നിന്ന് എന്റെ പ്രഭാഷണം ആരംഭിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മതത്തെ ഗൗരവമായി പഠിച്ചിട്ടില്ലാത്തവരാണ് നമ്മളിൽ പല ആളുകളും. മതം പ്രശ്നമാണ് ലോകത്ത് എന്ന് പല ആളുകളും പറയേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടായി. എന്താണ് യഥാർത്ഥത്തിൽ മതവും മതദർശനവും മതമൂല്യങ്ങളും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? സമ്മിശ്രമായ വികാരത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. മഹാഭാരത യുദ്ധവേളയിൽ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിച്ചു, അമ്മേ, നമ്മൾ ജയിക്കുമോ? ഗാന്ധാരിയുടെ മറുപടി, യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്നാണ്. എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ ഹിന്ദു ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ ക്രിസ്ത്യാനി ഉണ്ടോ അവിടെ വിജയമുണ്ട്, എവിടെ നിരീശ്വരവാദി ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല പറഞ്ഞു. എവിടെ സത്യമുണ്ടോ അവിടെ വിജയമുണ്ട്. നമ്മുടെ ഹൈക്കോടതി, എറണാകുളത്ത് ഹൈക്കോടതിയുടെ ആർച്ചിൽ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സംസ്കൃത വാചകമാണ്, സത്യമേവ ജയതേ. അർത്ഥം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. സത്യമേ ജയിക്കാവൂ. സത്യം മാത്രമാണ് ജയിക്കേണ്ടത്. അസത്യം എത്ര മനോഹരമായി അവതരിപ്പിച്ചാലും പ്രിയപ്പെട്ടവരെ, അത് അസത്യമാണ്. ഏതൊരു കുറ്റവാളിയെയും രക്ഷപ്പെടുത്താൻ അതിവിദഗ്ധമായി ഒരു വക്കീല് വാദിച്ചാൽ, ആ വാദം സോളിഡ് എവിഡൻസ് കൊണ്ട് അയാൾ തെളിയിച്ചാലും അസത്യത്തിന് തെളിവുണ്ടാക്കിയാൽ അസത്യം സത്യമാവുകയില്ല ലോകത്ത് ഒരിക്കലും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്വതന്ത്രമായ ചില അഭിപ്രായങ്ങൾ, മതരംഗത്ത് അടിച്ചേൽപ്പിക്കലുകൾ ഒരിക്കലുമില്ല. ഒരാളെ മേലും ഒരു മതവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഒരു മതവും. അതാണ് മതത്തിന്റെ എല്ലാ ദർശനങ്ങളും. അതാണ്. രണ്ട് വികാരം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, എനിക്കൊരു ദുഃഖമാണ്. രണ്ട്, എനിക്ക് അനൽപമായ ചാരിതാർത്ഥ്യവും സന്തോഷവുമാണ്. ഈ രണ്ട് വികാരങ്ങൾ ഞാൻ വിശദീകരിക്കുന്നതോടുകൂടെ എന്റെ വിഷയം പൂർത്തിയാക്കും. പരിമിതമായ സമയമാണ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമയപരിധിയെ ഡെമോക്രസിന്റെ വാള് തലയിൽ തൂങ്ങുന്നതുപോലെ കണ്ടുകൊണ്ട് ആറ്റിക്കുറുക്കി അളന്ന് ക്ലിപ്തപ്പെടുത്തി നിങ്ങളുടെ മുമ്പിൽ ഒരു പാൽപായസം വിളമ്പുന്ന പോലെ നിങ്ങൾക്കത് എത്ര ഹൃദ്യമാകും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ടെങ്കിലും അത് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് ടൗണിലൂടെ, ഹൈവേയിലൂടെ ഒരു വാഹനം പോവുകയാണ് കഴിഞ്ഞ ദിവസം. ഞാൻ ഈ കൊല്ലത്ത് ഒരു പ്രഭാഷണത്തിന് വന്നപ്പോഴാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു ആൾട്ടോ മാരുതി കാറിന്റെ ബാക്കിലെ ഡോറ് അടയ്ക്കാതെ എന്ന് ചാരി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. 4 സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ നമ്മുടെ വാഹനം ഇങ്ങനെ കടന്നുപോയപ്പോ, അവര് മുന്നിൽ കടന്നുപോയപ്പോ ഞാൻ പറഞ്ഞു, എടാ, ആ ഡോർ അടച്ചിട്ടില്ലല്ലോ, സ്ത്രീകളാണ് അവിടെ ഇരിക്കുന്നത്, എന്തു സംഭവിക്കാം, ഒന്ന് വേഗം വിടാം.
ഈ ഒരു വികാരം എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്ന വലിയൊരു വികാരമാണ്. ഒരു ഡോർ അടഞ്ഞിട്ടില്ലെങ്കിൽ അവന്റെ ജാതിയും മതവും നോക്കാതെ വാഹനത്തിന്റെ ഡോർ അടഞ്ഞിട്ടില്ല എന്നൊരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യും. ഒരുപക്ഷെ നമ്മളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു പോകുന്ന ഒരു കൊട്ടേഷൻ പാർട്ടി ആയിരിക്കും അത്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ സൈഡ് ഡോർ ലോക്ക് ചെയ്യാതെ പോയാൽ നമ്മളിത് പറയും. ഒരു ഫാമിലി സൈഡ് സ്റ്റാൻഡ് തട്ടാതെ ടൂ വീലർ ഓടിച്ചു പോകുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അപകടം എന്ന് പറയും. അവിടെ ജാതിയില്ല, മതമില്ല, ദേശമില്ല, ഭാഷയില്ല, മനുഷ്യൻ അവൻ അപകടം പറ്റുന്നു എന്നതാണ് നമ്മുടെ വികാരം. തൊട്ട അയൽപ്പക്കത്തെ ബാബേട്ടന്റെ ഭാര്യയ്ക്ക് സ്റ്റൗ പൊട്ടി തീ പിടിച്ചാൽ ഞാൻ ഓടിച്ചെന്ന് വാഹനമെടുത്ത് അവരെ അതിൽ കയറ്റി വളരെ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ മാധവേട്ടന് ഹിന്ദുവാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ BJP ആണെന്നോ ഒന്നും ചിന്തിക്കാതെ ആ സ്ത്രീയെ പൊള്ളലേറ്റ, കാലിന് പൊള്ളലേറ്റ, ഗുരുതരമായ പൊള്ളലൊന്നുമില്ല എങ്കിലും ചീറിപ്പാഞ്ഞ് ഞാൻ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നെ പ്രേരിപ്പിക്കുന്ന വികാരം എന്താണ്? അഗ്നിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള വികാരത്തെക്കാൾ ഉപരി മാനവികമായ ഒരു വികാരം എന്നിൽ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അഗാധമായ ഒരു ശിക്ഷ, ഒരു അപകടം നമുക്ക് വരാനിരിക്കുന്നു. ഈ ഇരിക്കുന്ന നമുക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനിരിക്കുന്നു. ആ അപകടത്തെ കുറിച്ച് അറിഞ്ഞൊരാളാണ് ഞാൻ എന്ന് നിങ്ങൾ വിചാരിക്കും. ആ അപകടം നിങ്ങളുടെ തലയ്ക്ക് നേരെ വന്നു നിൽക്കുന്നു. എനിക്കറിയാം നിങ്ങളോടത് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. പക്ഷെ ഞാനത് പറഞ്ഞില്ല. ആ അപകടത്തിൽ നിങ്ങൾ പെട്ടു. നിങ്ങളുടെ കുടുംബങ്ങളിൽ അധിക പേരും മരിച്ചു. ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി. അവശേഷിക്കുന്ന നിങ്ങൾ എന്നോട് ചോദിക്കും, അല്ലയോ പണ്ഡിത പ്രബോധക, നിങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് ഈ അപകടം മുൻകൂട്ടി അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു തന്നില്ല? നിങ്ങൾ ദുഷ്ടനാണ് എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയില്ലേ? നിങ്ങൾ എല്ലാവരും പറയും. അപ്പൊ ഒരു വലിയ അപകടം വരാനിരിക്കുന്ന ഒരു വലിയ അപകടത്തെ കുറിച്ച് മനസ്സിലാക്കാൻ, അത്യധ്വാനം ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ്. എന്റെ പ്രിയങ്കരരായ സഹോദരങ്ങളെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിന്റെ തമ്പുരാൻ. മരണത്തെക്കുറിച്ച് മതം പേടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, മരണമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ എന്തിന്റെ ഭാഗമാണ്? ആർത്തുല്ലസിച്ച്, അട്ടഹസിച്ച്, തോന്നിയാസം നടത്തി, അധർമ്മങ്ങൾ പങ്കാളിയായി ജീവിക്കുമ്പോൾ ഇതാ നിനക്കൊരു മരണമുണ്ട്. മരണത്തിന് ശേഷം നീ ദൈവസന്നിധിയിലെത്തും. ആ ദൈവസന്നിധിയിൽ നിന്റെ ജീവിതത്തെക്കുറിച്ച് വിചാരണ ചെയ്യും. അങ്ങനെ ഒരു സദസ്സുണ്ട്. മതത്തിന്റെ എല്ലാ മതങ്ങളുടെയും കാതലായ വശം അതാണ്. സ്വർഗ നരകങ്ങളെ കുറിച്ചൊരു പരാമർശമുണ്ട്. മതവിശ്വാസം അവിടെയാണ്. മരണത്തിന് ശേഷം സ്വർഗമുണ്ടെന്നും മരണത്തിന് ശേഷം നരകമുണ്ടെന്നും വിശ്വസിക്കാത്ത ഒരു പ്രബല മതവും ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടില്ല. ഒരു മതവും. ഇത് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുകൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്ത്, ഈശാവാശുപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശേതരോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, അങ്ങനെ എക്സെട്രാ ധാരാളം ശ്രുതികളും സ്മൃതികളും രണ്ടായിട്ട്. അപ്പൊ ഈ വേദസംഹിതകൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു ലോകത്താണ് ഹൈന്ദവനും മുസ്ലിമും എല്ലാം ജീവിക്കുന്നത്. ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്ന കുറെ മുസ്ലിങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനാണ് ലോകത്തിന്റെ മോചന ഗ്രന്ഥം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. മാനവരാശിക്ക് ദൈവം നൽകിയ ദൈവപ്രോക്ത ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ വേദഗ്രന്ഥം പഠിക്കാത്തവരാണ് ഇവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ. ഇതെനിക്ക് പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പ്രവാചക അധ്യാപനമല്ല, സൂഫിയുടെ അധ്യാപനമാണ് ബഹുമാന്യനായ സ്വാമിജി. പ്രവാചകന്റെ അധ്യാപനമല്ല ഞാൻ പറയുന്നത്, സൂഫിയുടെ അധ്യാപനമാണ് എന്ന് പറയാനുള്ള കാരണം, പ്രവാചകൻ അങ്ങനെ പറഞ്ഞോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. സൂഫി പറഞ്ഞതൊന്നും പ്രവാചകൻ പറഞ്ഞതല്ല. സൂഫി പറഞ്ഞതൊക്കെ വേറെയാണ്. പ്രവാചകൻ പറഞ്ഞത് വേറെയാണ്, സൂഫി പറഞ്ഞത് വേറെയാണ്. ഞാനത് പറയുന്നത് അതുകൊണ്ടാണ് സ്വാമിജി സൂക്ഷ്മത പുലർത്തിയത്. അതൊരറിവാണ്, അപാരമായ ഒരറിവാണ്. അറിവില്ലാത്തതിനെ അവരുമായി ചേർത്ത് പറയാതിരിക്കുക എന്നത് അറിവിന്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നാണ്. സ്വാമിജിയെ ഞാൻ ആദരിക്കുന്നു ആ വിഷയത്തിൽ. അപ്പൊ പ്രവാചകന്റെ വചനവും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും അനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടവനാണ് ആര്? യഥാർത്ഥത്തിൽ ആര്? ഒരു മുസ്ലിമായ മനുഷ്യൻ. ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവരോട് വളരെ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു, സ്നേഹത്തോട് ചോദിക്കുന്നു,
വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ച മതമാണോ നാം ഇവിടെ ആചരിക്കുന്നത്? വേദം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ദൈവവിശ്വാസമാണോ ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുവർത്തിക്കുന്നത്? ഫാദർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബഹുമാന്യനായ. ബൈബിൾ ഇപ്പോ ഒറിജിനൽ നമ്മുടെ കൈകളിലുള്ള ബൈബിൾ, അത് പറഞ്ഞ പ്രകാരമുള്ള ദൈവവിശ്വാസമാണോ ക്രൈസ്തവ ലോകം ആചരിക്കുന്നത്, മുസ്ലിംകൾ ആചരിക്കുന്നത്? നിങ്ങൾ ശരിക്ക് പഠിച്ചാൽ ഞെട്ടലോടുകൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ല എന്ന വസ്തുത. വളരെയേറെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച ഒരു രോഗിക്ക് അറിയപ്പെട്ട ഒരു ഡോക്ടർ മരുന്നെഴുതി, കൃത്യമായി രോഗം പഠിച്ച് നിർണയിച്ച് എല്ലാ രോഗത്തിന്റെ കാരണങ്ങളും പഠിച്ച് കൃത്യമായ തെളിവെടുത്തിട്ട് മരുന്നെഴുതി. പ്രിയപ്പെട്ടവരെ, ആ രോഗിയെ ഡോക്ടർ 5 മാസം കഴിഞ്ഞ് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത, ഡോക്ടർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ രോഗത്തിന് മരുന്നല്ല അയാൾ കുടിക്കുന്നത്. രോഗം അധികരിപ്പിക്കുകയും നശിച്ചു പോവുകയും ചെയ്യുന്ന മറ്റൊരു മരുന്നാകുന്നു രോഗി കുടിക്കുന്നത് എന്നറിയുമ്പോൾ ഡോക്ടർക്ക് എത്രമാത്രം ദുഃഖമുണ്ടാവും. പരീക്ഷാ കൺട്രോളർ അവരുടെ നിയന്ത്രണത്തിൽ പരീക്ഷ പേപ്പർ തയ്യാറാക്കി. SLC പരീക്ഷ വരിക. ഏത് കുട്ടിയും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൈനൻ, ബൗദ്ധൻ, സിഖ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. SSLC പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കുട്ടിയും മാത്തമാറ്റിക്സിന്റെ തിയറി അനുസരിച്ച്, അതിന്റെ നിയമം അനുസരിച്ച് അതിൽ വന്നിട്ടുള്ള ചോദ്യത്തിന് ആൻസർ ചെയ്താലേ വിജയിക്കുള്ളൂ. അവൻ മറ്റെന്തെങ്കിലും ഭംഗിയായി എഴുതി എന്ന് വിചാരിക്കുക, വരാത്ത 10 ക്വസ്റ്റ്യന് വളരെ ഗംഭീരമായി അവൻ ആൻസർ എഴുതിയാലും ആ പരീക്ഷയിൽ അവൻ ജയിക്കാൻ പോകുന്നില്ല. ഇത് പ്രകൃതിയിലെ ഒരു വസ്തുതയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഓഫീസിന്റെ നിയമം അനുസരിച്ച് ജോലി ചെയ്താലേ ശമ്പളമുള്ളൂ, അംഗീകാരമുള്ളൂ. മറ്റൊരു സ്ഥലത്ത് പോയി വേറൊരാളുടെ ഇഷ്ടത്തിനൊത്ത് ജോലി ചെയ്താൽ കൂലി ഇവിടെ വന്ന് വാങ്ങുക എന്നത് മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഒരു പണി ഏൽപ്പിച്ചിട്ടുള്ള ഒരു തച്ചുശാസ്ത്രമറിയാവുന്ന ഒരു പെരുന്തച്ഛൻ എന്ന് നിങ്ങൾ കരുതിക്കോളൂ. അയാൾ മറ്റൊരു ക്ഷേത്രത്തിൽ പോയി പണിയെടുത്ത് കൂലി വാങ്ങാൻ ഇവിടെ വന്നാൽ നിങ്ങൾ കൂലി കൊടുക്കുക. നമ്മൾ വൈകാരികതകൾക്കപ്പുറത്ത് ജീവിതത്തെക്കുറിച്ച് ശരിക്കും ആലോചിക്കുമ്പോൾ ദൈവം പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള, ദൈവം പഠിപ്പിച്ചതനുസരിച്ച് പൂരിപ്പിക്കപ്പെട്ടൊരു ജീവിതമാണോ എന്റേത് നിങ്ങളേത്? അല്ല എങ്കിൽ ഷുവർ, നമ്മൾ എത്ര നിഷേധിച്ചാലും, നമ്മൾ എത്ര ലാഘബുദ്ധിയോടുകൂടി കണ്ടാലും, ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ചല്ല നമ്മൾ ജീവിച്ചതെങ്കിൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. മരണം ആർക്കും നിഷേധിക്കാനാവാത്ത മരണം, ആരുടെ ഭവനങ്ങളിലും കടന്നു വരുന്ന മരണം, ജാതി മതഭേദമെന്നെ മനുഷ്യനെ പിടികൂടുന്ന മരണം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിക്കാറുണ്ട്, മരണം കഴിഞ്ഞാൽ അടുത്ത നിമിഷം നമ്മൾ എന്താ? പല ആളുകളും മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് പറയും. അവർക്ക് വാദിക്കാൻ അവകാശമുണ്ട്, അവർക്ക് വാദിക്കാം. പക്ഷെ അത് ഏതുപോലെ എന്ന് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അത് ഏതുപോലെയാണ്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വളരുന്നു. ഏതൊരു മാതാവിന്റെ, ശ്രീമതി ടീച്ചറുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 8 മാസം പ്രായമായി, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ കുട്ടി ഭൂമി ലോകത്തേക്ക് വരും. 8 മാസം ഗർഭപാത്രത്തിൽ പ്രായമായ ഒരു കുട്ടിയോട് ഭൂമി ലോകത്ത് ജീവിച്ച് തഴക്കവും പഴക്കവുമുള്ള 50 വയസ്സുള്ള മാധവേട്ടൻ, ഇതൊരു സങ്കല്പമാണ്, നിങ്ങൾ കേൾക്കണം. ഈ കുഞ്ഞിൻ പിന്നെ ഇരിക്കുന്ന ഗർഭപാത്രത്തിൽ ചെന്നിട്ട് പറയുന്നു, മോനെ, ഒരു ആൺകുട്ടിയാണ് ജനിക്കാൻ പോകുന്നത്, മോനെ, ഈ പൊക്കിൾക്കൊടിക്കപ്പുറത്ത് മാതാവിന്റെ ഉദരത്തിനും ആന്നയോ കോറിയോൺ പാടയുടെ ഈ 3 ഇരുട്ടറുകൾക്കുള്ളിൽ അനന്ത വിസ്തൃതമായ ആകാശം എന്ന ഒരു ലോകം, ഭൂമി എന്ന ഒരു ലോകം, സാഗരങ്ങൾ, കാട്ടാറുകൾ, കാനനങ്ങൾ, ആർത്തുലമ്പുന്ന തിരമാലകൾ, അതുപോലെ ഏകകോശ ജീവിയായ ഹമീ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള വലിയൊരു ജീവവർഗമുള്ള വിശാലമായ ഒരു ലോകത്തിലേക്കാണ് 1 മാസവും കൂടെ പിന്നിട്ടാൽ മോനെ നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകുന്നത് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ ശരിക്കും സങ്കല്പിക്കണം. അങ്ങനെ ഈ കുട്ടി നിഷേധിക്കുന്നു, 8 മാസമായി ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിലാണ്. ഇതിനപ്പുറത്തൊരു ലോകമോ? ഇതിനപ്പുറത്തൊരു ലോകമോ? ഞാൻ 8 മാസമായി ഈ പൊക്കിൾക്കൊടിയിൽ കിടന്ന് തിരിയുന്നു. ആകാശമോ? ഈ ഗർഭപാത്രത്തെക്കാൾ വിശാലമായ ഒരു ലോകമോ? എന്നിട്ട് ആ കുട്ടി ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. നമ്മുടെ നാട്ടിലെ നിരീശ്വരവാദികളും യുക്തിവാദികളും ചോദിക്കുന്ന ഒരു ചോദ്യം, മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്ന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? എല്ലാ യുക്തിവാദികളും ചോദിക്കുന്ന അവരോട് ഞാൻ ചോദിക്കുന്നു, ഈ ഗർഭപാത്രത്തിലെ കുട്ടി ഭൂമിയും ആകാശവും പർവ്വതവും സാഗരവും സ്കൂളും കോളേജും ഹോസ്പിറ്റലും എല്ലാമുള്ള ഈ ഭൂമിയെ നിഷേധിച്ചാൽ, ആ നിഷേധം കൊണ്ട് മാത്രം ഗർഭപാത്രമല്ലാത്ത ഒരു ലോകത്തേക്ക് കുട്ടി വരാതിരിക്കുന്നു?
കുട്ടി വരും, നിശ്ചയം. കുട്ടി വന്നിരിക്കും. അവൻ നിഷേധിച്ചാലും ദൂതനെ നിഷേധിച്ചാലും അമ്മയുടെ ഗർഭപാത്രം പിളർന്ന് അല്ലെ ആ പൊക്കിൾക്കൊടിയിൽ നിന്ന് തീർച്ചയായും അമ്മ ആ കുഞ്ഞിനെ പുറംലോകത്തേക്ക് തള്ളുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. അപ്പൊ നിഷേധിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ലോകമില്ല എന്നല്ല. 8 മാസം ഗർഭപാത്രത്തിൽ കൂടിയ ഒരു കുട്ടി പുതിയൊരു ലോകത്തേക്ക് വന്നു. ഇനി മരണത്തിന് ശേഷം ഒരു ലോകമില്ലെന്ന് പറയാൻ തെളിവില്ല, ഉണ്ട് എന്ന് പറയാൻ മാത്രമേ തെളിവുള്ളൂ. വേദങ്ങൾ മുഴുവനും അത് പറഞ്ഞു. ശ്രീമദ് ഭഗവത്ഗീത, മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭഗവത്ഗീത അഥവാ 25-ാം അധ്യായം മുതൽ 42 വരെ നീണ്ടുകിടക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം ഞാൻ തെളിവുകളാണ് പറയുന്നത്. 37-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, അർജുനൻ യുദ്ധം ചെയ്യാതെ പകച്ചു നിന്നു. അർജുനൻ പറഞ്ഞു, ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ ഇല്ല, അതുകൊണ്ട് ഞാൻ അവരോട് യുദ്ധം ചെയ്യില്ല, അവർക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കുകൾ, ഹതോവാ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അല്ലയോ അർജുന, കുന്തിപുത്ര, നീ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹതോവ പ്രാപ്സസി സ്വർഗം, നിനക്ക് സ്വർഗത്തിൽ പോകാം. കണ്ടോ, നിനക്ക് സ്വർഗത്തിൽ പോകാം. അടുത്ത ജന്മത്തിൽ നീ ബ്രാഹ്മണനായി ജനിക്കും, ക്ഷത്രിയനായി ജനിക്കും, ശൂദ്രനായി ജനിക്കും, പന്നിയായും ചണ്ടാലനായും ജനിക്കുമെന്ന് ചാന്തോക്കത്തിന് ശുദ്ധീകരിച്ച് പറഞ്ഞിട്ടില്ല. മറിച്ച് നീ സ്വർഗത്തിൽ പോകും. വ്യക്തമാണ്, നീ സ്വർഗത്തിൽ പോകും. ഇനി നീ ജയിച്ചാലോ നിനക്ക് ഈ രാജ്യം അനുഭവിക്കുകയും ആവാം. രണ്ടായാലും കുന്തിപുത്ര, യുദ്ധത്തിന് സന്നദ്ധനായി നീ ഇറങ്ങൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ ആ സ്വർഗം എന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, ആ സ്വർഗം എന്നതാണ്. നരകത്തെ കുറിച്ച് പറയുന്ന വേദത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങളാണ് ഋഗ്വേദത്തിനുള്ളത്. 10 മണ്ഡലങ്ങൾ. ഈ 10 മണ്ഡലങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഈ 10 മണ്ഡലങ്ങളിൽ 1000 ചില്ലാനം വരുന്ന സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും. വേറെയും കുറെ അഭിപ്രായ ഭിന്നതകളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് 10 മണ്ഡലങ്ങളുള്ള ഋഗ്വേദത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ലോകത്തിന്റെ ഒരു സൃഷ്ടാവിനെ കുറിച്ചും സ്വർഗ നരകങ്ങളെ കുറിച്ചും പറയുന്ന പരാമർശങ്ങൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? ഇപ്പൊ നരകത്തെ കുറിച്ച് പറയുന്ന അന്തം തമഹ പ്രവിശംസിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവദേയഹു സംപൂത്യമരദഹ. ഈശാവാശോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്. സ്വാമിജി, എന്റെ ഉച്ചാരണത്തിൽ ഞാനൊരു മുസ്ലിമാണ്, ഞാൻ വേദം പഠിച്ച ആളല്ല. പക്ഷേ ഹതോവ പ്രാപ്സസി സ്വർഗം ഇവിടെ പറയുന്നത് അന്തം തമഹ പ്രവിശംസിയേ സംപൂത്യമുപാസതേ തതോഭൂയ ഇവദേയഹു സംപൂത്യമരദഹ. ഈശ്വരനല്ലാത്ത, ദൈവമല്ലാത്ത ശക്തികളെ, സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനല്ലാത്ത മറ്റു ശക്തികളെ, ദേവിയാവട്ടെ ദേവനാവട്ടെ പിതൃമാനവാദികളെ ആരാധിച്ചവൻ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുന്നു എന്ന് പറയും. സാക്ഷാൽ ദൈവത്തെ അല്ലാതെ അവന്റെ സൃഷ്ടികളെ ആറ് വണങ്ങിയോ ആരാധിച്ചുവോ അവർ നരകത്തിൽ പോകുമെന്ന് പറയുന്നു. ഇതേ വാചകം ബൈബിളിലുണ്ട്, ഇതേ വാചകം ഖുർആനിലുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ 3 വാചകങ്ങളും ഈ 3 ഗ്രന്ഥങ്ങളിൽ എങ്ങനെ വന്നു? ഈ 3 വാചകങ്ങളും ദൈവികമാണ്. പിന്നെ പല ഗ്രന്ഥങ്ങളിലും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, ദൈവം അവതരിപ്പിച്ചു എന്ന് ഉറപ്പുള്ള. അപ്പൊ നോക്കൂ, ഈ ആൽമരം, ഇതിന്റെ കുരു മുതൽ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഇതിന്റെ എൻഡ് വരെ ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതിനാവശ്യമായ വെള്ളവും വളവും നൽകുന്ന, അത് ഒബ്സർവ് ചെയ്യാൻ ആവശ്യമായ കഴിവ് ഈ വൃക്ഷത്തിന് നൽകിയ ഒരു സൃഷ്ടാവ്. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ. ഇപ്പൊ സാധാരണഗതിയിൽ മതസമ്മേളനങ്ങളിലെല്ലാം ഗൗരവമായി പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെല്ലാം ഏകദൈവ വിശ്വാസികളാകുന്നു എന്നുള്ളതാണ്. ആണോ? നമ്മളെല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്, ആണ് എന്ന് നമ്മളൊക്കെ പറയുന്നു. ഏകദൈവത്തെ ആരാധിക്കുന്നവരാണോ നമ്മൾ? പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ ഈ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എന്റെ സമയം അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളെ ധരിപ്പിക്കുന്ന, അതെന്റെ ബാധ്യതയാണ്. അത് പറയൽ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. കാരണം ഈ മതസൗഹാർദ്ദ സമ്മേളനം ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെല്ലാം ഈ സദസ്സിൽ ഇരുന്നിട്ടും വസ്തുത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നാൽ ദൈവശിക്ഷ ഏറ്റുവാങ്ങുന്നവർ നിങ്ങളിൽ ഉണ്ട് ഭാവിയിലെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ ചൂണ്ടി ചോദിക്കും, അല്ലയോ ഇസ്ലാമിനെ പ്രതികരിച്ച പണ്ഡിത,
അങ്ങ് വസ്തുത മനസ്സിലാക്കിയിരുന്നുവല്ലോ, ദൈവസന്നിധിയിൽ നടക്കാനിരിക്കുന്ന രക്ഷാശിക്ഷകളെ കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ, അങ്ങ് എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ലെന്ന് നാളെ നിങ്ങൾ എന്റെ നേരെ വിരൽ ചൂണ്ടാതിരിക്കാൻ എന്റെ ബാധ്യതാ നിർവഹണമാണ്. ഈ പ്രപഞ്ചത്തിനൊരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന വസ്തുത നാം വാശിക്ക് വേണ്ടിയല്ല, വാദിക്കാനല്ല, ജയിക്കാനല്ല. ഞാൻ നോക്കൂ, ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുന്ന ഒരു നാടാണിത്. ആലുവ കടപ്പുറത്ത് മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ച വാചകം എന്തെന്നറിയോ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന വല്ലാത്ത ഒരു മുദ്രാവാക്യം. വാദിക്കാനും ജയിക്കാനും അല്ല ഞാൻ ഈ പറയുന്നത്, അറിയിക്കാനാണ്, അറിയാനാണ്. അറിയാനുള്ള നിങ്ങളുടെ താല്പര്യത്തെ, അറിയിക്കാനുള്ള എന്റെ അഭിവാഞ്ഛയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഏതൊരു കുട്ടിയുടെ വേദനയും നമ്മുടെ വേദനയാണ്, ഏതൊരു മനുഷ്യന്റെ വേദനയും നമ്മുടെ വേദനയാണ്, ഏതൊരു സഹോദരനും ഉണ്ടാകുന്ന രോഗം നമ്മുടെ വേദനയാണ്. ഏതൊരു സഹോദരനും ദൈവത്താൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷത്തെ നമുക്കൊരിക്കലും സഹിക്കാനാവാത്തതാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ക്ഷേത്ര മുറ്റത്ത് നമ്മളൊക്കെ നിൽക്കുന്നു. ഒന്ന് ആകാശത്തിലേക്ക് നോക്ക് നിങ്ങൾ, ഒരുപക്ഷെ നക്ഷത്രങ്ങളെ കാണാം. ആകാശം സൃഷ്ടിച്ചതാരാണ്? വേറെ ചോദ്യമൊന്നും ഞാൻ ഒരു ദൈവത്തെയും നിങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥനെ നിങ്ങളോട് ഞാൻ ചോദിക്കാം, ആരാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത്? ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ഇത് വല്ലാത്ത ഒരു തത്വമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആരെയാണ് പ്രിയപ്പെട്ടവരെ ആരാധിക്കേണ്ടത്? ആരാധനക്കർഹനായി ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത്. ഈ പോയിന്റിൽ നമ്മളൊക്കെ യോജിക്കും. ആരാധന ആർക്കാണ്? ആരാധനക്കാരാണോ അർഹൻ അയാൾ. വ്യാജനായ ഒരു ഡോക്ടറെ നമ്മൾ അംഗീകരിക്കും, ഒറിജിനലായ ഒരു ഡോക്ടറെ. 500-ലധികം വ്യാജ ഡോക്ടർമാരുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. എല്ലാ രംഗത്തും വ്യാജന്മാരുണ്ട്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. സാക്ഷാൽ ഈശ്വരൻ ആരാ? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും സകല 714 കോടി മനുഷ്യരുണ്ട് ഈ ലോകത്ത്. 714 കോടി മനുഷ്യർ. ഈ മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ ആരാ? വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ, ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാമിനെ പ്രദാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയും. കാരണം ഖുർആനിൽ 20-ലധികം സ്ഥലത്ത് മനുഷ്യരെ എന്നാണ് വിളിച്ചത്. യാ അയ്യുഹന്നാസ്. അല്ലയോ മുസ്ലിങ്ങളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ അറബികളെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ ഇന്ത്യക്കാരെ എന്നൊരു വിളി ഖുർആനിലില്ല. അല്ലയോ മനുഷ്യരെ. കണ്ടോ, രാജ്യവും ലോകവും അതിർവരമ്പുകളും ഭാഷയും ഗോത്രങ്ങളും കടന്നുള്ള വല്ലാത്തൊരു വിളി. അല്ലയോ പാശ്ചാത്യരെ എന്നല്ല. അല്ലയോ അറബികളെ എന്ന് പറഞ്ഞാൽ അത് സങ്കുചിതമാണ്, വർഗീയതയാണ്. അല്ലയോ ഹൈന്ദവരെ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. അല്ലയോ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. മറിച്ച് വിശുദ്ധ ഖുർആനിൽ ദൈവം മനുഷ്യരെ വിളിക്കുന്നത് അല്ലയോ മനുഷ്യരെ. കണ്ടോ, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ ഒരച്ഛന്റെ ഒരമ്മയുടെ മക്കളാണ്. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തൻമുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെയും ഒരമ്മയുടെയും മക്കളാണ് നമ്മളൊക്കെ. നമ്മൾ എങ്ങനെ ഭിന്നിച്ചുപോയി? എന്നും മതസൗഹാർദ്ദം പ്രസംഗിച്ച് പിരിയാനാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ, ഒന്നിച്ചൊരേ ദൈവത്തെ ആരാധിക്കാൻ തമ്മിൽ തല്ലുകൂടാത്തൊരവസ്ഥ ഇവിടെ എങ്ങനെ ഉണ്ടാവും? അടിസ്ഥാനപരമായ ഐക്യട്ടോ, വാക്കിലും എഴുത്തിലും മാത്രമുള്ള താൽക്കാലികമായ ഐക്യമല്ല, നാവിലും പേനക്കുമ്പിലും മാത്രമുള്ള ഐക്യമല്ല, ഹൃദയത്തിൽ നിന്ന് തുറന്ന് ഇതെന്റെ സഹോദരനാണ്, ഇത് എന്റെ അച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരു ദൈവത്തിന്റെ അടിമകളാണ്, ഒരേ വായു ശ്വസിച്ച്, ഒരേ വെള്ളം കുടിച്ച്, ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ഏറ്റുവാങ്ങി ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു സൃഷ്ടാവിന്റെ അടിമകളാണ് എന്ന ബോധത്തിലേക്ക് മതം മനുഷ്യനെ കൊണ്ടുവന്നു. വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 13-ാമത്തെ വചനം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശൂബൻ വകബഈല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളുടെ ഗോത്രങ്ങളും വർഗങ്ങളുമൊക്കെ തിരിച്ചിട്ടുള്ളത് എന്തിനാണ്? ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാനാണ്. വ്യത്യസ്ത ഗോത്രങ്ങൾ അഡ്രസ് അയച്ചാൽ രാമന്റെ വിലാസത്തിൽ ഇന്ന സ്ഥലം എന്ന് അയച്ചാൽ അയാൾക്ക് കത്ത് കിട്ടണം. പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ആരാ ഉത്തമൻ? വല്ലാത്തൊരു പോയിന്റ് ആട്ടോ വേദഗ്രന്ഥം പറയും. ദൈവസന്നിധിയിൽ വെളുത്തവൻ, കറുത്തവൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, അങ്ങനെ അറേബ്യക്കാരൻ, പണക്കാരൻ, പണിക്കാരൻ, കറുത്തവൻ, വെളുത്തവൻ ഇല്ല. ദൈവസന്നിധിയിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവൻ ദൈവത്തെ ഭയപ്പെട്ട് ഭക്തി നിർഭരമായി ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു തണ്ണീർ എന്ന് പറഞ്ഞിട്ടില്ലേ?
ഇല്ലേ? ദുരവസ്ഥ കുമാരനാശാനം മറന്നിട്ടില്ല നമ്മുടെ കേരളീയർ. നേരത്തെ ഇവിടെ ഫാദർ ഉദ്ധരിച്ച ഒരു ഭാഗം, സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാം. എന്തിനു ഭാരതരെ കരയുന്നു, സ്വാതന്ത്ര്യം നിനക്ക് വിധികൽപ്പിതമാണ് ധായേ എന്ന് ബി.ആർ. അംബേദ്കറിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് രേഖപ്പെടുത്തുന്ന പിന്നെ അയ്യപ്പന്റെയും അതുപോലെ ഒരുപാട് കവികളുടെയും ജാതീയത ഈ നാടിനെ വരിഞ്ഞു മുറുക്കിയ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്നു. ഈ സ്ഥിതിവിശേഷങ്ങളുടെ ഒക്കെ നടുവിൽ നോയ്സി വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ഗ്രന്ഥമാണ്. 27 സംവത്സരങ്ങൾ വെള്ളക്കാരന്റെ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നത് ഞാൻ വ്യഭിചരിച്ചിട്ടല്ല, നാട്ടുനടപ്പ് തെറ്റിച്ചിട്ടല്ല, എന്റെ തൊലി കറുത്തുപോയ കാരണം കൊണ്ടാണ് എന്ന് പറയുന്ന അവസ്ഥാവിശേഷങ്ങൾ. മനസ്സിലായില്ലേ? അത്തരമൊരു അവസ്ഥാവിശേഷത്തിൽ നിന്ന് ദൈവം മനുഷ്യരെ വിളിക്കുക. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളൊക്കെ. കണ്ടോ, ഞാനും നിങ്ങളൊക്കെ സഹോദരങ്ങളാണ്. നമ്മളെല്ലാം ഇപ്പൊ എന്റെ മൂക്കിലൂടെ പോകുന്ന ഉച്ഛ്വാസവായു ശ്വാസവായുവായി നിങ്ങൾ സ്വീകരിക്കുന്നു. എന്തൊരു അനുഗ്രഹമാണ്! ഒരേ സൂര്യൻ, ഒരേ ചന്ദ്രൻ, ഒരേ ഭൂമി, ഒരേ ദൈവം. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നാൽ നമുക്കിടയിൽ ബാബരി മസ്ജിദ് ഇഷ്യൂ ഇല്ല, വർഗീയതയില്ല, കുരിശ് പ്രശ്നങ്ങളില്ല, ദേവീ ദേവ സങ്കല്പങ്ങളില്ല, ഒന്നില്ല. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. അതിന് നമ്മൾ മനോഹരമായി മനസ്സിലാക്കേണ്ട വേദത്തിലെ 2-3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ വേദങ്ങളും മനുഷ്യരോട് പറഞ്ഞത് നിങ്ങളൊക്കെ വേറെ വേറെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി വേറെ വേറെ ആരാധനാലയമായി പോയിക്കൊടൂ എന്നല്ല. അത് നിലനിന്നോട്ടെ, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാനപരം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാ മതങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണ്. ലോകത്ത് എവിടെ നോക്കിയാലും മതസ്വാതന്ത്ര്യം ആ നിലക്കുണ്ട്. മതം അറിയാത്തവർ മതസമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് കാലവും നിങ്ങൾ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഈ സമൂഹത്തിൽ, ഇസ്ലാമിക സമൂഹത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വേദഗ്രന്ഥത്തിൽ നിന്നുകൊണ്ട് മാത്രമായി എന്റെ വകയായി ഒന്നും പറയാതെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു. ഞാൻ പറയുന്നത് നമുക്കൊന്നാകണം, കലാപങ്ങളില്ലാതാകണം, അനവധി സ്ത്രീകളുടെ ദീനരോധനങ്ങളില്ലാത്തൊരു നാട് വേണം, പാവപ്പെട്ട കുട്ടികൾ അനാഥരാകുന്ന അവസ്ഥകളില്ലാതാകണം, ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലുന്ന അവസ്ഥകളില്ലാതാകണം. ഹൃദയത്തെ തട്ടി പറയാൻ ഉള്ളും പുറവും, ഉള്ളിൽ വേറൊന്നും പുറത്ത് വേറൊന്നും ശീലിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറയാൻ, നിങ്ങളോട് മുഴുവനും പറയാൻ, ഒറ്റ ദൈവം എന്ന മഹത്തായ ഒരു സങ്കല്പമുണ്ട്. സൂര്യനെ നമുക്ക് സൃഷ്ടിച്ചു തന്നത് ഒറ്റ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് വിശദീകരിച്ചു തരാം. നരവംശ ശാസ്ത്രജ്ഞന്മാർ ഈ ഭൂമിയിൽ മനുഷ്യർ വന്നിട്ട് എത്ര കാലം, നിങ്ങളൊന്ന് പരിശോധിക്കും. വളരെ ലളിതമായ ഒരു പഠനം. മതം ഗൗരവമായി പഠിക്കണം എന്ന സ്വാമിജിയുടെ വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു, മനുഷ്യവാസം ഈ ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇതുപോലെ ക്ഷേത്രങ്ങളില്ല, പള്ളികളില്ല, കാബയില്ല, ഇല്ല, മധുരൈ മീനാക്ഷി ക്ഷേത്രമില്ല, ഗുരുവായൂരപ്പനില്ല, ഒന്നില്ല, ശബരിമല ശാസ്താവില്ല, വേളാങ്കണ്ണി മാതാവില്ല, ഒന്നുമില്ല. അപ്പൊ മനുഷ്യനില്ലാത്ത ഒരു കാലത്ത് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, ആകാശമില്ലേ? ഭാസ്കരേട്ട ഇല്ലേ? ദേവ ഇല്ലേ? മനുഷ്യനില്ലാത്ത കാലത്ത് ആകാശവും ഭൂമിയും സാഗരങ്ങളും ഇല്ലേ? ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറ. ഉണ്ട് എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, അതാര് സൃഷ്ടിച്ചു? അതാര് സൃഷ്ടിച്ചു? മുഹമ്മദ് നബി ഇല്ലാത്ത കാലത്ത്, ശ്രീരാമനില്ലാത്ത കാലത്ത്, ശ്രീകൃഷ്ണനില്ലാത്ത കാലത്ത്, അമ്മയും ദേവിയും സ്വാമിയും രവിശങ്കറും ഒന്നുമില്ലാത്ത കാലത്ത്, സ്വാമിജിയും ഞാനും ഒന്നുമില്ലാത്ത കാലത്ത്, മനുഷ്യവാസമില്ലാത്ത കാലത്ത് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചവൻ ആര്? അന്നുമുണ്ടല്ലോ സൂര്യൻ, അന്നുമുണ്ടല്ലോ ചന്ദ്രൻ, അന്നുമുണ്ടല്ലോ ആകാശം, അന്നുമുണ്ടല്ലോ. അല്ലേ? നിങ്ങൾക്കറിയില്ലേ ശ്രീരാമൻ ജനിക്കുന്ന അവസ്ഥാവിശേഷത്തെ കുറിച്ച്? ദശരഥ മഹാരാജാവ് പുത്രകാമേട്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ അവരൊക്കെ എവിടെയുണ്ട്? ആകാശവും ഭൂമിയുമുണ്ട്. അല്ലെ? ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോ 7 മക്കളെ ദേവകി ഇവിടെ പ്രസവിച്ചു ഈ ഭൂമിയിൽ. യേശുക്രിസ്തുവിന്റെ മാതാവ് കന്യാമറിയം യേശുക്രിസ്തുവിന് ജന്മം നൽകി. ആമിന അബ്ദുള്ളയുടെ ദമ്പതികളായി മുഹമ്മദ് ജനിച്ചു. എല്ലാം ഈ ഭൂമിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ? ഇവരൊക്കെ ജനിച്ചപ്പോ ഭൂമി ഇവിടെയുണ്ട്. എങ്കിൽ ഇസ്ലാം മനുഷ്യരോട് ചോദിക്കാൻ, ലോകത്തിലെ എല്ലാ വേദങ്ങളും ചോദിച്ചു ആ ചോദ്യം, മനുഷ്യരെ ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ ആര്? അവനാണ് സാക്ഷാൽ ഈശ്വരൻ. അവനെ ആരാധിച്ചാൽ എല്ലാ പ്രശ്നവും തീർന്നു. ഒറ്റ കാര്യം, ബല ഈ ഭൂമി എടാ നമുക്ക് സംവിധാനിച്ച ദൈവം സാക്ഷാൽ ഈശ്വരൻ. യാ അയ്യുഹന്നാസ് അഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഖുർആനിലെ 2-ാം അധ്യായം 21-ാമത്തെ വചനം. വചനത്തിന്റെ അർത്ഥം എന്താണ്? അല്ലയോ മനുഷ്യരെ. കണ്ടോ, നമ്മളൊക്കെ പെട്ടു. സ്വാമിജി വന്നു, അച്ഛൻ വന്നു, ഇവിടെ എല്ലാവരും, MLA വന്നു, പഞ്ചായത്ത് നേതൃത്വത്തിലുള്ളവർ വന്നു, എല്ലാവരും, ഈ കേൾക്കുന്ന മുഴുവൻ ആളുകളും, നാളെ ഇത് കേൾക്കാൻ പോകുന്നവരും, അവരെല്ലാം വന്നു. ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക.
എങ്കിൽ ഞാൻ ചോദിക്കുന്നു, സ്വാമിജിക്ക് അഭിപ്രായമില്ല ശ്രീനാരായണ ഗുരുവാണ് സ്വാമിജിയെ സൃഷ്ടിച്ചതെന്ന്? ഇല്ല. യേശുക്രിസ്തുവാണെന്ന് ഒരൊറ്റ ഹിന്ദു ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് സ്വാമിമാരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് സ്വാമിമാരുടെ കൂടെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്വാമിജിയും ഇന്ന് വരെ ശ്രീരാമനാണ് ശ്രീകൃഷ്ണനാണ് എന്നെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, പറയില്ല. യേശുക്രിസ്തുവാണ് സൃഷ്ടിച്ചെന്ന് ഫാദറും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും പറയില്ല. മുഹമ്മദ് നബിയാണ് തന്നെ സൃഷ്ടിച്ചതെന്നൊരു മുസ്ലിം പറയില്ല. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് നബിയെയും ശ്രീരാമനെയും യേശുക്രിസ്തുവിനെയും നമ്മൾ ആരാധിക്കുന്ന മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സാക്ഷാൽ ദൈവത്തെ കണ്ടെത്തുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു. നമുക്ക് വായു നൽകിയ നിങ്ങൾ നോക്ക്, മാതാമൃതാനന്ദമേ, ഞാൻ അവിടെ പോയിട്ടുണ്ട്, പുട്ടപ്പുറത്തി പോയിട്ടുണ്ട്, രവിശങ്കർ പോയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ എന്നെ ചിന്തിപ്പിച്ച വിഷയം എന്താ അറിയോ? എന്നെ പോലെ വായു ശ്വസിക്കുന്നു. രവിശങ്കർ കോഴിക്കോട് വന്നു. ഞാൻ ആദ്യമായി അതിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്റെ ഒരു സുഹൃത്താണ്. ഞാൻ ചോദിച്ചു, രവിശങ്കറിന് രാവിലെ എന്തായിരുന്നു ഭക്ഷണം? അപ്പൊ ആ ഭക്ഷണം അദ്ദേഹം വിസ്തീരിച്ചു. ഉച്ചക്ക് എന്തായിരുന്നു? വിസ്തീരിച്ചു. നമ്മളെപ്പോലെ ഭക്ഷണം ആവശ്യമുള്ള, വിശപ്പുള്ള, ക്ഷീണമുള്ള, തളർച്ചയുള്ള ആളുകളെ ദൈവമായി ആരാധിക്കുന്ന മുസ്ലിം സമൂഹത്തിൽ നിങ്ങൾക്ക് കാണാം. ഇത് എല്ലാ സമൂഹത്തിലുണ്ട്. സാക്ഷാൽ മതം ഇത് പഠിപ്പിച്ചില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. നിങ്ങൾ എന്നോട് സങ്കടമൊന്നും തോന്നരുത്. ഇത് നിങ്ങളെ പറഞ്ഞറിയിക്കൽ എന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ നേരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരുമെന്ന ഉറച്ച വിശ്വാസമാണ് എന്നെ നിങ്ങളെ ഇത് എത്തിക്കുക. ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ ഞാൻ വാളെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു മതമല്ല ഇത്. മറിച്ച് ഇങ്ങനെ ഒന്നുണ്ട്, അത് നിങ്ങൾ അറിയിക്കേണ്ട ബാധ്യത. മോനെ, ഈ വണ്ടിയുടെ നെട്ടുമ്പോൾ തേഞ്ഞു പോയിട്ടുണ്ട്, ഈ ടയർ ഇപ്പൊ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഊരിപ്പോവും എന്നൊരു മെസ്സേജ് അത് അറിഞ്ഞ ഒരാൾ പാസ് ചെയ്യുക. അത്രയും ഞാനും ചെയ്യുന്നുള്ളൂ. അവിടെ ഏകം സത് ബഹുധാ വിപ്രാവദന്തി യോ ദേവാ നാം നാമഥ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 121ാമത്തെ സൂക്തം 1ാമത്തെ ഋക്കിൽ പറയുന്നത് എന്താണെന്നറിയോ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാത പതിരേക ആസീത് സദാധാര പൃഥിവിയും ധ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമ. ഈ മഹാപ്രപഞ്ചത്തിന്റെ ആകാശഭൂമികളും സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന സാക്ഷാൽ പടച്ചതമ്പുരാൻ അല്ലേ? ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവാണെന്ന് ഒരു ഹൈന്ദവന് വിശ്വസിച്ചിട്ടില്ല. അതുപോലെ ഭീമാ ഉമ്മിച്ച എന്ന് പറയുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവാണ് അവരെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. സാക്ഷാൽ ലോകത്തിന്റെ സൃഷ്ടാവ്. നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രഥമമായ കൽപ്പനയെക്കുറിച്ച്, ഏറ്റവും ശ്രദ്ധേയമായ കൽപ്പനയെക്കുറിച്ച് ഫാദറോട് പറഞ്ഞു സ്നേഹമാണ്. യഥാർത്ഥത്തിൽ അല്ല, ഫാദറോട് ഇരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അതല്ല. ബൈബിളിലെ മാർക്കോസിലെ 12ാം അധ്യായം 29ാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുക, വേദത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്താണ്? അതിന് യേശുക്രിസ്തു നൽകിയ മറുപടി എന്താണെന്നറിയുമോ? വളരെ ഗംഭീരമാണ്. 12ാം അധ്യായം, മാർക്കോസിന്റെ 12ാം അധ്യായം 29ാമത്തെ ശ്ലോകം. ഇസ്രായേലേ കേട്ടാലും, ഇസ്രായേലെ കണ്ട മുഴുവൻ ആളുകളെ, ആ ഗോത്രത്തെ മുഴുവനും വിളിച്ചു പറഞ്ഞു, ഇസ്രായേലേ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, മൂന്നാളെന്നല്ല, ഏക കർത്താവ്, അവനെ പൂർണ്ണ, അവനെ, അവരെ അല്ല, സിംഗുലർ പ്ലൂറൽ അല്ല, അവനെ, ഏകത്വം, ഏകത്വം, ആ ഏകനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ ആരാധിക്കുക എന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7ാം അധ്യായം 21 യേശുക്രിസ്തു പറയുന്ന വാക്ക് എന്താണെന്നറിയുമോ? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താ പിതാവിന്റെ ഹിതം? ഈശ്വരന്റെ ഹിതം എന്താണ്? 10 കമാൻഡ്മെന്റ്സ് വായിച്ചോളൂ നിങ്ങൾ. മോശസ് പ്രവാചകൻ നൽകിയ 10 കമാൻഡ്മെന്റ്സ്, 20ാം അധ്യായം പുറപ്പാട് 1 മുതൽ 6 വരെയുള്ള വചനം. മിസ്രയീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. പ്രതിമ പാടില്ലെന്നാണ് വേദം പഠിപ്പിച്ചത്. ആവർത്തന പുസ്തകം 4ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാചകം വായിച്ചു നോക്കൂ. യജുർവേദം 32ാം അധ്യായം 3ാമത്തെ സൂക്തം, ന തസ്യ പ്രതിമ അസ്തി, ദൈവത്തിന് പ്രതിമയില്ല. കേനോവിനിഷത്ത് പറയാൻ, യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. യശ്രോത്രേണ ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. ഏതൊരു ദൈവത്തെ നിങ്ങൾ വിഗ്രഹങ്ങൾ വെച്ച് കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നുവോ അത് സാക്ഷാൽ ഈശ്വരനല്ല, നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാരോ. അതിന്റെ ഒരു ഭാഗം സ്വാമിജി ഇവിടെ വിശദീകരിച്ചു. അവനാകുന്നു സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ, പരമകാരുണികനായ അല്ലാഹു എന്നാണ് പറയുന്നത്.
അപ്പൊ അള്ളാഹു എന്ന് ഖുർആനിൽ എവിടേക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇനി നിങ്ങൾ നോക്കൂ, ഖുർആനിലെ ഒരൊറ്റ വചനം ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു വചനം, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവൻ ആരോ അവൻ ദൈവം. ഉണ്ടോ? ഈ ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നവൻ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടതുള്ളൂ. ഈ ഭൂമിയെ എനിക്ക് സംവിധാനിച്ചെന്ന ആരാന്നൊന്ന് പഠിക്കുക. അപ്പൊ മനസ്സിലാവും ശ്രീരാമനല്ല, യേശുക്രിസ്തു അല്ല, മുഹമ്മദ് നബി അല്ല, ജീസസ് ക്രൈസ്റ്റ് അല്ല. കാരണം എന്താ? അവരൊക്കെ ഈ ഭൂമിയിലേക്കാണ് ജനിച്ചത്. വസ്തുത നിങ്ങൾ മനസ്സിലായോ? ഈ ആകാശത്തെ സൃഷ്ടിച്ചത് ആര് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് ആരാധിക്കുന്ന ആരുമല്ല. അപ്പൊ അവരെയൊക്കെ സൃഷ്ടിച്ച സാക്ഷാൽ ഹിന്ദുധർമ്മ പരിചയം എന്നിട്ടൊരു വലിയ പുസ്തകമുണ്ട്. ഹിന്ദുധർമ്മ പരിചയം എഴുതിയത് കെ പരമേശ്വരൻ പിള്ളയാണ്. കെ പരമേശ്വരൻ പിള്ള, ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. ഞാൻ അഡ്രസ് അടക്കം പറയാം. ഒന്നോ പലതോ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങളൊക്കെ വായിക്കണം. ഒന്നോ പലതോ. കെ പരമേശ്വരൻ പിള്ള, പി പരമേശ്വരൻ പിള്ളയല്ല, അത് വിചാര കേന്ദ്രം ഡയറക്ടറാണ്. ഇത് കെ പരമേശ്വരൻ പിള്ള, രണ്ടുപേരെയും മാറിപ്പോകരുത്. അതാണ് അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞത്. കെ പരമേശ്വരൻ പിള്ള ഒന്നോ പലതോ എന്ന അദ്ദേഹത്തിന്റെ ഈ ബുക്കിലെ ചാപ്റ്റർ 21, 21ാമത്തെ അധ്യായം, 148ാമത്തെ പേജ്, 3ാമത്തെ പാരഗ്രാഫ്, 1, 2, 3 വരികൾ. ഒരവ്യക്തതയിൽ വളരെ കൃത്യമാണ് പറയുന്നത്, വളരെ വ്യക്തത. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ഹൈന്ദവ വിശ്വാസം പറയാണ്, ഞങ്ങൾ ഒരു ദേവിയെയും ഒരു ദേവനെയും സ്വയം കഴിവുണ്ട് എന്ന നിലയിൽ ഞങ്ങൾ ആരാധിക്കുന്നില്ല. മറിച്ച് അവർക്കൊരു പുൽക്കൊടി നീക്കണമെങ്കിൽ സാക്ഷാൽ ദൈവം കഴിവ് കൊടുക്കണം. ഇവിടെയാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞത്, ആ സാക്ഷാൽ കഴിവ് കൊടുക്കുന്ന ദൈവല്ലേ, ആ ദൈവത്തോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞോളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുണ്ട് സൂര്യന്. 13 ലക്ഷം ഭൂമി. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നു. സെക്കൻഡിൽ 280 കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു. ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച സാക്ഷാൽ ഈശ്വരൻ. നിങ്ങൾ നോക്ക്, ഈ ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ, ഇതിനെ നിയന്ത്രിക്കുന്ന സൃഷ്ടാവിനെ എന്റെയും നിങ്ങളുടെയും ഇത്തിരി പോന്ന ഹൃദയത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? ആ സൃഷ്ടാവിനോട് ചോദിക്കണം എന്നാണ് മതം പറയുന്നത്. പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നതായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. 2-ാം അധ്യായം 186ാമത്തെ വചനം, ഓ പ്രവാചക, എന്റെ അടിമകൾ, ദൈവത്തിന്റെ അടിമകൾ, മനുഷ്യർ, അവർ നിന്നോട് ചോദിക്കുന്നു ദൈവത്തെ പറ്റി. പറ, ദൈവം അവരുടെ ജീവനാഡിയേക്കാളും അടുത്തവനാണ്. ദൈവം മനുഷ്യനുടെ ഏറ്റവും അടുത്തവനാണ്. ആ അടുത്ത ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ണ് നൽകിയ, നമുക്ക് കാത് നൽകിയ, നമുക്ക് ഹൃദയം നൽകിയ, നമുക്ക് ചിന്താശേഷി നൽകിയ സാക്ഷാൽ ദൈവത്തെ അല്ലേ, ഈ ദൈവത്തെ നമുക്ക് ആരാധിച്ചുകൂടെ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സ്വർഗ നരകങ്ങളിൽ, ബഹുദൈവത്വം കൊണ്ട് സ്വർഗ നരകങ്ങളിൽ എത്തിയാൽ, അവിടെ നരകത്തിൽ പ്രവേശിച്ചാൽ അതെത്ര ഭയാനകരമായിരിക്കും. ഇസ്ലാം പറയുന്നു, സാക്ഷാൽ ദൈവത്തെ ആരാധിക്കാതെ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ദിവ്യത്വം ആരോപിച്ച് നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പോകും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ച സാക്ഷാൽ ദൈവം നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താ? അത് ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യരെ തമ്മിൽ തല്ലരുത്, കഴുത്തറക്കരുത്. നിങ്ങൾ വ്യത്യസ്ത മതത്തിൽ ജീവിക്കുമ്പോൾ പോലും ആ മതസമൂഹത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു. ഖുർആനിൽ ഒരു വാചകം തന്നെ എന്താണെന്നറിയാം, ലാ യൻഹാകുമുല്ലാഹ്, ദൈവം നിരോധിക്കുന്നില്ല. എന്ത്? അമുസ്ലിങ്ങളോട്. മുസ്ലിങ്ങളോട് പറയണം, അമുസ്ലിങ്ങളോട് മൈത്രി ബന്ധം പുലർത്തണം എന്നാ പറയണേ. എങ്ങനെയുള്ള മുസ്ലിങ്ങളോട്? മതത്തിന്റെ പേരിൽ നിങ്ങളെ പീഡിപ്പിക്കാത്ത, നിങ്ങളെ മർദ്ദിക്കാത്ത, നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ജീവിച്ച് നല്ല ഐക്യത്തിൽ കഴിയുന്ന അമുസ്ലിങ്ങളുമായി ഏറ്റവും നല്ല സൗഹാർദ്ദത്തിലാണ് നിങ്ങൾ കഴിയേണ്ടത്. തീർന്നില്ല, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. പുണ്യം, അമുസ്ലിങ്ങൾക്ക് പുണ്യം ചെയ്യാൻ. ഞാൻ വളരെ ലളിതമായ ഉദാഹരണം പറയാം. സുനാമി ഉണ്ടായി, ആലപ്പുഴ, കൊല്ലം പ്രദേശങ്ങളിലൊക്കെ വീട് തകർന്നു. അവിടെ എനിക്ക് പരിചയമുള്ള ഒരു പ്രദേശത്ത് കുറച്ച് മുസ്ലിങ്ങളുടെ വീടും അതിന്റെ ഇടയിൽ ഒരു അമുസ്ലിമിന്റെ വീടും തകർന്നുപോയി. അവിടെ ഇസ്ലാം മനുഷ്യരോട്, ഈ മുസ്ലിങ്ങളായ ആളുകൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ച കൂട്ടത്തിൽ ഈ അമുസ്ലിമായ സഹോദരനും വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. കണ്ടോ? ആ അമുസ്ലിമിനോട് പുണ്യം ചെയ്തു. മുസ്ലിങ്ങൾക്ക് വീടുണ്ടാക്കിയതുപോലെ തന്നെ അമുസ്ലിമിനുണ്ടായി കൊടുത്തു. ഇത് ഇസ്ലാം വിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ പറയുന്ന, നിന്റെ അയൽവാസി ആരായാലും അവൻ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നീ അവന് കൊടുക്കണം, നീ അവന് കൊടുക്കണം, അവനെയും കൂടെ ഉൾപ്പെടുത്തണം. അവന്റെ വഴി ഒരു കാരണവശാലും നീ ബ്ലോക്ക് ചെയ്യരുത്. പച്ചക്കരളുള്ള എന്തിനോടും നീ നന്ദി കാണിക്കണം. ഒരു ഒട്ടകത്തിന്റെ കയറ് പിടിച്ച നബിയുടെ ഭാര്യ ആയിഷ ബീവി ആ കയറൊരൽപ്പം വേഗതയിൽ വലിച്ചപ്പോ പ്രവാചകന്റെ വാക്ക്, ആയിഷ, ആ മിണ്ടാപ്രാണിയോട് കരുണ കാണിക്കണേ ആയിഷ എന്നതാണ്. മിണ്ടാപ്രാണിയോട് കരുണ കാണിക്കാൻ. ഒരിക്കലും ഈ കൈ മറ്റുള്ളവനെ പ്രഹരിക്കാനുള്ളതല്ല.
അതുപോലെ അവനെ മർദ്ദിക്കാനുള്ളതല്ല, ഈ നാവ് ഒരാൾ ഉപദ്രവിക്കാനുള്ളതല്ല. പക്ഷേ വസ്തുതാപരമായി നമ്മൾ വിഷയങ്ങളെ പഠിക്കുമ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ. മതഗ്രന്ഥങ്ങളെ ആധികാരികമായി നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നത്. നമുക്ക് സംഭവിച്ച ഒരു തെറ്റുണ്ട്. ജനിച്ചു വീണത് ഏതൊരു ഗോത്രത്തിലും ഏതൊരു സംസ്കാരത്തിലുമാണോ ആ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു. അതിന്റെ ശരിയും തെറ്റും നമ്മൾ പഠിച്ചില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, മൊബൈലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ആർക്കിടെക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ലോകത്തെ പലതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മുടെ വീടുകളിൽ അവിടെ വളരെ മോശമായി, നമ്മുടെ ഗ്രന്ഥങ്ങൾ, ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥങ്ങൾ പൊടി പിടിച്ച് കിടക്കുകയാണ്. വായിക്കാൻ സന്നദ്ധതയില്ല. വനിത വായിച്ചു, മാപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു, സിനിമാ വീക്കിലുകൾ വായിച്ചു, ദിനേന പത്രങ്ങൾ വായിച്ചു. മനുഷ്യന്റെ മോചനത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ദർശനം ദൈവം അവതരിപ്പിച്ചിട്ട് അത് വായിച്ചില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ, വിശുദ്ധ ഖുർആൻ മാനവതയുടെ ഗ്രന്ഥമാണ്. നിങ്ങൾ ആ ഖുർആൻ വായിക്കണം. ഋഗ്വേദവും സാമവേദവും അഥർവവേദവും വേദങ്ങളും വായിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അതായത് ഇതിന് സംഘടിപ്പിച്ച് എന്നെ ഇവിടെ എത്തിച്ചത് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകരാണ്. ഞങ്ങളെ കുറിച്ച് മുസ്ലിം സമൂഹത്തിൽ പോലും തെറ്റിദ്ധാരണയുണ്ട്. സാരമില്ല, തെറ്റിദ്ധാരണ തിരുത്താവുന്നതേ ഉള്ളൂ. അടുത്തറിഞ്ഞ കുഴപ്പമില്ല, പഠിച്ച കുഴപ്പമില്ല. ഞങ്ങൾ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ നിങ്ങൾക്കറിയുമോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളുടെ പേരിൽ ഒരു സ്മാരകമുണ്ടായി ഇന്നലെ. ഈ മൊയ്തു മൗലവി സാഹിബ്, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഈ മൊയ്തു മൗലവി സ്വാതന്ത്ര്യ സമര സേനാനി. അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഓർമ്മക്കായി ഒരു കെട്ടിടം നിർമ്മിക്കുകയുണ്ടായി. ഈ മൊയ്തു മൗലവി ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു. ഏറ്റവും രസകരമായ സംഗതി, മുസ്ലിങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ഇന്ന് മുസ്ലിങ്ങളിൽ അറിയുന്ന സുന്നി സമൂഹത്തിൽപ്പെട്ട ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പിരിഞ്ഞു നിന്നവരാണ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അവർ. ജമാഅത്തെ ഇസ്ലാമി സ്വാതന്ത്ര്യത്തിന് ശാപം നടന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. അവിടെ ചോര കൊടുത്ത ഒരേ ഒരു ആദർശ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരാൽ വഹാബി മൂവ്മെന്റ് എന്നാണ് ഞങ്ങളെ പറ്റി വിളിച്ചിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാമകൃഷ്ണപിള്ളയാക്കി മാറ്റിയത് വക്കം മൗലവിയാണ്. നിങ്ങളുടെ നാട്ടുകാരനാണ്. ശ്രീനാരായണ ഗുരു വക്കം മൗലവിയുടെ ക്ലാസ് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറില്ല, അറിയാൻ തയ്യാറില്ല. നേരത്തെ ഇവിടെ ഒരു ശ്ലോകം ഉദ്ധരിക്കപ്പെടുകയുണ്ടായി. ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാ. യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും കൊടുത്തിട്ടുള്ള അങ്ങനെയാണ് പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. ആ നാഥനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ. കണ്ടോ, അസത്യത്തിലാണ് നമ്മളെങ്കിൽ നമ്മുടെ സത്യത്തിലേക്ക് എത്തിക്കണമേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, നശ്വരമായ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതത്തിലേക്ക്. കേട്ടോ, അതായത് ഞാനും നിങ്ങളും ഇപ്പം മരിച്ചാൽ, ഞാൻ ഈ യാത്രയിലും മരിച്ചാൽ എന്നെ ഇതുപോലെ ദൈവസന്നിധിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ സദസ്സും ഈ വന്നതും എല്ലാം ദൈവം എന്നോട് ചോദിക്കും. ഇതേ കോലത്തിൽ, ഇതേ അവസ്ഥയിൽ ഞാനത് അറിയും. ഞാൻ എന്തൊക്കെ ചെയ്തു എന്റെ ആയുസിനിടയിൽ എന്ന് ഞാൻ കൃത്യമായി ബോധ്യപ്പെടും. മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ രംഗം ദൈവം ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ എനിക്ക് കാണിച്ചു തരും. അത് വിശ്വസിക്കാൻ നമുക്ക് മടിയുണ്ടോ? ഇപ്പോഴത്തെ നമ്മുടെ കമ്പ്യൂട്ടർ ചിപ്പ്, ഒരു മിനി ചിപ്പിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒതുക്കി വെക്കാൻ, ദൈവത്തിന്റെ മിനി ചിപ്പിൽ നമ്മുടെയൊക്കെ കർമ്മരേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ദൈവത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ മാത്രം ആരാധിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ മുഴുവനും ദൈവത്തോട് സമർപ്പിക്കണം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൂടെ? വിശുദ്ധ ഖുർആനിൽ 114-ാമത്തെ അധ്യായം അന്നാസ്, മാസ് പീപ്പിൾ. ആ പ്രാർത്ഥന തുടങ്ങുന്നതിന് എങ്ങനെ അറിയോ? കുൽ അഊദു ബിറബ്ബിൻ നാസ്. മനുഷ്യരുടെ ദൈവമേ നിന്നോട് ഞാൻ ശരണം തേടുന്നു. കണ്ടോ, പാർഷ്യാലിറ്റി ഇല്ലാത്ത, വർഗീയതയില്ലാത്ത, ഗ്രൂപ്പിസം ഇല്ലാത്ത മനുഷ്യരുടെ ദൈവമേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യരുടെ ദൈവം. കണ്ടോ, 5 ഹിന്ദുക്കളുടെ ദൈവമേ, 50 ക്രിസ്ത്യാനികളുടെ ദൈവമേ, 500 മുസ്ലിങ്ങളുടെ ദൈവമേ എന്നല്ല, 714 കോടി മനുഷ്യരുടെയും ദൈവമേ, കൃമികീടങ്ങളുടെ ദൈവമേ. ഇത് കണ്ടോ നിങ്ങൾ? ഈ വട്ടത്ത് പാറി നടക്കുന്ന കൊച്ചു പ്രാണികൾ, അതിനെ രൂപപ്പെടുത്തിയ സാക്ഷാൽ ഈശ്വരൻ അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം 40-ാമത്തെ വചനം. ദൈവം ആരാ? നിന്നെ സൃഷ്ടിച്ചവൻ. ശ്രീദേവി, നിന്നെ സൃഷ്ടിച്ചവൻ.
ബാല നിന്നെ സൃഷ്ടിച്ചവൻ, മുഹമ്മദേ നിന്നെ സൃഷ്ടിച്ചവൻ. അങ്ങനെ നമ്മെ സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ. തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവതാനാം പരമം ച ദൈവതം പതിംപതിന പരമം പരസ്താത് വിധാമദേവം ഭുവനേശമേഢ്യം. ശേതരോപനിഷത്ത് പറഞ്ഞതാണ്. വളരെ വ്യക്തമാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് മഹാനിർവഹണ സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. ഈ വിശ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമേ, നിന്നോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്നെ മാത്രം ഞാൻ അഭയം പ്രാപിക്കുന്നു, നിന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാം ലോകത്തോട് ആവശ്യപ്പെട്ടത്. സമാധാനം എന്നാണ് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം. മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ അനുസരിക്കുന്നവൻ, മദ്യപിക്കാതെ, വ്യഭിചരിക്കാതെ, മറ്റു മതക്കാരനെ ആക്രമിക്കാതെ, ഉപദ്രവിക്കാതെ, സത്യത്തിനു വേണ്ടി നിലകൊണ്ട്, ഭാര്യയെ പീഡിപ്പിക്കാതെ, സംരക്ഷിച്ച്, മക്കളെ നല്ല നിലയിൽ നോക്കി, സ്വന്തം മകളെ ബലാത്സംഗം ചെയ്യാതെ, അന്യന്റെ സമ്പത്ത്, നേരത്തെ മാലിക് ബിൻ ദീനാറിന്റെ കഥ പറഞ്ഞല്ലോ, ഒരു ഇളനീര് പോലും അത് എവിടെ നിന്നാണ്, അതിന്റെ സ്രോതസ് എന്താണ്, അത് അനുവദിക്കപ്പെട്ടതാണോ എന്ന് അന്വേഷിച്ച് കുടിക്കാൻ ദൈവം മനുഷ്യരെ പഠിപ്പിക്കുന്നു. പല്ല് തേക്കണമെന്ന് ദൈവം പഠിപ്പിച്ചു, മീശ വെട്ടി ഒതുക്കണമെന്ന് പറഞ്ഞു, താടിയെ പറ്റി പറഞ്ഞു. സ്വാഭാവികമായും എന്റെ നീണ്ട താടി കാണുമ്പോ നിങ്ങൾക്കൊരു പ്രയാസമാണ്. ഇന്നത്തെ ലോകത്ത് അങ്ങനെ ഞാൻ ട്രെയിനിൽ വന്നപ്പോ എല്ലാരും എന്നെ നോക്കുക, എന്തൊരു കഥയാണ്, എന്താ പ്രശ്നം, എന്റെ താടിയാണ്. ഈ താടി എന്താണ് അതൊന്നും പറയേണ്ട ഒരു മതസൗഹാർദ്ദ സമ്മേളനത്തിൽ താടി മനുഷ്യന്റെ സൗഹാർദ്ദം തകർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നെ ബില്ലാദൻ എന്ന് വിളിക്കും പല ആളുകളാണ്. എന്റെ നാട്ടിലൊരു ഹൈന്ദവർ മാത്രം ഇറങ്ങുന്ന ഒരു സ്കൂളുണ്ട്. കുട്ടിയൊക്കെ അറിയില്ല, 9ാം ക്ലാസ്സിലെ കുട്ടികൾ അതിൽ പോകുമ്പോ ബില്ലാദന് എന്താണ് ഇയാളുടെ താടി എന്ന്. ഞാനപ്പോ 2-3 കുട്ടികളെ എന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി ചോദിച്ചു, മോനെ, മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ചൊരു മഹാനുണ്ട്, നിനക്കറിയോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ, അങ്കിൾ എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിയെ മഹാത്മാവ് എന്ന് വിളിച്ചൊരു മഹാനുണ്ട് മോനെ, അതാരെന്നറിയോന്ന് ചോദിച്ചു. അങ്കിൾ ഞങ്ങൾക്കറിയില്ല. മോനെ, അത് രവീന്ദ്രനാഥ ടാഗോറാണ്, ഗീതാഞ്ജലിയുടെ കർത്താവായ രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ താടി പൊക്കിൾ കൊടി വരെ ഉണ്ടായിരുന്നു. ആരെങ്കിലും അദ്ദേഹത്തെ ഭീകരവാദിയെ ചിത്രീകരിച്ചിട്ടുണ്ടോ മോനെ? ഇല്ല. ചട്ടമ്പി സ്വാമികളുടെ താടി പൊക്കിൾ കൊടി വരെ ഉണ്ടായിരുന്നു മോനെ, ആരും അതിനെ തെറ്റിദ്ധരിച്ചില്ല. ഗുരു നിത്യചൈതന്യതയുടെ താടി ആരും അതിനെ തെറ്റിദ്ധരിച്ചില്ല. കാർൽ മാക്സിന്റെ താടി, ചാൾസ് ഡാർവിന്റെ താടി ആരും അതിനെ തെറ്റിദ്ധരിച്ചില്ല. എംഗൽസിന്റെ താടി. അങ്ങനെ ലോകത്തെ ശാസ്ത്ര മതരംഗത്ത് പ്രവർത്തിച്ച, താടി നീട്ടി സമൃദ്ധമായി വളർത്തിയ ഒരാളെയും ഭീകരവാദിയായി കണ്ടില്ല. മീഡിയകൾ ഇപ്പോൾ മുസ്ലിങ്ങൾ താടി വെച്ചാൽ അത് ഭീകരവാദവും, ബാക്കിയുള്ളവർ വെച്ചാൽ അത് വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും താടിയായി കാണുന്ന ഒരു ഇരട്ടത്താപ്പ് ലോകത്തുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എന്തിനാ താടി വെക്കുന്നതെന്ന് അറിയോ? നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഞങ്ങളുടെ പ്രവാചകൻ, ലോകത്തിന്റെ പ്രവാചകൻ, മാനവ സമൂഹത്തിന്റെ പ്രവാചകൻ, നിങ്ങൾക്കറിയോ? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യണ സമുന്നിധ മഹാമതിദിക്യാത ശിഷ്യശാഖാ സമുന്നിതം ലിംഗച്ഛേദശിഖാഹീന. അദ്ദേഹം പറയാൻ, മുഹമ്മദ് നബി എന്നൊരു പ്രവാചകൻ വരും, അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്യും, അദ്ദേഹത്തിന്റെ അനുയായികൾ ചേലാകർമ്മം ചെയ്യും, അദ്ദേഹത്തിന്റെ അനുയായികൾ മുടി വളർത്തും, അദ്ദേഹത്തിന്റെ അനുയായികൾ താടി വെക്കും, അദ്ദേഹത്തിന്റെ അനുയായികൾ ബാങ്ക് കൊടുക്കും, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ചാൽ മനുഷ്യകുലം ദൈവത്തിൽ നിന്ന്, ആദിപിതാവിൽ നിന്ന് സഞ്ചരിച്ച് ഇന്ന് കാണുന്ന നമ്മളൊക്കെ ആ ദൈവത്തിന്റെ അടിമകളാണ്. ആ ദൈവം അവതരിപ്പിച്ചൊരു മതം ഇവിടെ ഉണ്ട്. ഒരിക്കലും തെറ്റ് പറ്റാത്ത ഒരു മതം ദൈവം അവതരിപ്പിച്ചത് ഇവിടെയുണ്ട്. അത് പരിശോധിക്കണം എന്നാണ് പറയും, പഠിക്കണം എന്നാണ് പറയും. ഞങ്ങൾ താടി വെക്കുന്നത് പ്രവാചകന്മാരുടെ ചര്യയാണിത്, മാതൃകയാണിത്. മാത്രമല്ല, പുരുഷനെ സ്ത്രീയിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന അടിസ്ഥാന ഘടകമാണിത്. നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരാൺസിംഹത്തിന്റെ ഗാംഭീര്യത അതിന്റെ പൂടയാണ്. ആൺസിംഹം അതിന്റെ പൂട പഠിച്ചാലോ ആണും പെണ്ണും കിട്ടും. അതെ, ഒരാണിന്റെ ശൗര്യവും ഒരാണിന്റെ വിപ്ലവവും താടിയില്ല. മാത്രമല്ല, താടി പക്വതയുടെ അടയാളമാണ്, വിനയത്തിന്റെ അടയാളമാണ്, അറിവിന്റെ അടയാളമാണ്. വെറുതെ നിൽക്കുന്ന താടിയല്ല. അത് മതം പഠിപ്പിച്ച പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഇത് വെക്കുന്ന കാലം അത്രയും പ്രവാചകൻ ചെയ്തു, അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹിച്ചു. ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരു ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ചെയ്യൽ, അതാണ് താടിയുടെ ഒരു. ദൈവത്തിൽ നിന്ന് പുണ്യം കിട്ടുക, കാരണം പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്യൂ എന്ന ഖുർആനിന്റെ ദൈവത്തിന്റെ കൽപ്പന പാലിക്കുക. നരയാണിയുടെ മേലെ തുണി ഉടുക്കുക, മീശ വെട്ടി ഒതുക്കുക, പല്ല് 5 നേരം തേക്കാൻ പറ്റുമെങ്കിൽ തേക്കുക, കുളിക്കുക, എണ്ണ തേക്കുക, മുടി ചീകി വെക്കുക, നല്ല വാക്ക് പറയുക, ഇതൊക്കെ മതം പഠിപ്പിച്ചതാണ്. എത്രത്തോളം എന്നറിയോ നിങ്ങൾക്ക്?
കിടക്കാൻ ബെഡിലേക്ക് പോകുമ്പോ എന്നും കിടന്ന തലയണ ഉറയും ബെഡിലെ വിരിയും വരെ പരിശോധിച്ചിട്ട് കിടക്കണമെന്ന് പഠിപ്പിച്ചൊരു മതം. ഇസ്ലാമിക സമൂഹത്തിൽ തീവ്രവാദവും ഭീകരവാദവും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇസ്ലാമിൽ ഒരു സ്ഥാനമില്ല പ്രിയപ്പെട്ടവരെ. പ്രവാചകനെ ആക്രമിച്ചവരോട്, അങ്ങേയറ്റം ആക്രമിച്ചവരോട്, നാട് കടത്തിയവരോട്, നിങ്ങൾക്കറിയുമോ പരിശുദ്ധ മക്കയിൽ ഒരു മലയുണ്ട്. 3 കൊല്ലമാണ് പ്രവാചകനെ അനുയായികളെ അതിലിട്ട് പീഡിപ്പിച്ചത്. എന്നിട്ട് അവർ പച്ചില തിന്നു, ഭക്ഷണം കിട്ടാതെ കാട്ടിച്ചു, ആട് കാട്ടിക്കുന്ന പോലെ. അവർ ഒട്ടകത്തിന്റെ കയറ് വരെ വെള്ളത്തിൽ പുതിർത്തി കടിച്ചു ഭക്ഷിച്ചു. അങ്ങനെ പീഡിപ്പിച്ച മക്കയിലെ ബൗദ്ധ വിശ്വാസികളായ ആളുകൾ, പ്രവാചകന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ, ആ ആളുകൾ പട്ടിണി കിടക്കുന്നു എന്ന് പിൽക്കാലത്ത് ഇസ്ലാമിക ഭരണം കിട്ടി മുഹമ്മദ് നബി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായ കാലത്ത് കേട്ടപ്പോ ആ പ്രവാചകൻ കരയുകയാണ്. തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയാണ്, അല്ലേ? പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അനുയായികൾ ചോദിച്ചു, നമ്മളെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി കരയുകയോ? പ്രവാചകന്റെ മറുപടി, അവർ പട്ടിണി കിടക്കുന്നവർ എന്റെ വേണ്ടപ്പെട്ടവരാണ്. ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെ അങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നവരല്ല മുസ്ലിങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ഇങ്ങോട്ട് പീഡിപ്പിച്ചവർക്ക് അങ്ങോട്ട് ഭക്ഷണം എത്തിച്ചു കൊടുത്തു. വെള്ളത്തോളം നാരായണ മേനോൻ അള്ളാഹു എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അള്ളാഹു അത് എഴുതിയ ഘട്ടപ്പോഴറിയോ, പ്രവാചകനെ കൊല്ലാൻ ഒരാൾ വാളുയിട്ട് വന്നു. പ്രവാചകന്റെ കണ്ടത്തിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് ചോദിച്ചു, നിന്നെ ആരാ രക്ഷിക്കുക? അദ്ദേഹം പറഞ്ഞു, എന്നെ ദൈവം അള്ളാഹു. വാള് താഴെ വീണു. ആ വാളെടുത്തിട്ട് ശത്രുവിനോട്, നിന്നെ ആര് രക്ഷിക്കുന്നു? നീ എന്നെ വെറുതെ വിടണം, രക്ഷിക്കണം, കൊല്ലരുത്. പൊയ്ക്കോ. സർവതന്ത്ര സ്വതന്ത്രനാക്കി വിട്ടു. കൊല്ലാൻ വന്ന ശത്രുവിനെ വാള് കയ്യിൽ കിട്ടിയിട്ടും വെറുതെ വിട്ട് ഈ രംഗം പഠിച്ച വെള്ളത്തോളം നാരായണ മേനോൻ അള്ളാഹു എന്ന് പറഞ്ഞിട്ടൊരു കവിതയിൽ, അല്ലേ? പ്രവാചകനെ വിമർശിച്ചു എന്ന് പറഞ്ഞ മാഷ കൈവെട്ടിയ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗം ഇവിടെയുണ്ട്. അവരൊരിക്കലും പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തവരല്ല. അത് കണ്ടിട്ട് അതാണ് മതം എന്ന് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരിൽ ഒരാളും വിചാരിക്കരുത്. അതല്ല മതം, അതല്ല. വല തസ്തവിൽ ഹസനതു വല സയ്യിഅ, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലെ 41-ാം അധ്യായം 33-ാമത്തെ 34-ാമത്തെ വചനം തന്നെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. നിന്നോട് എത്ര കുറവും ചെയ്താലും നീ അവനോട് നന്മയിൽ പ്രതികരിച്ചാൽ നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരും. ഇസ്ലാം പഠിപ്പിച്ച അങ്ങനെ നിന്റെ ശത്രു നിന്റെ മിത്രമാവും. തായിഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സൗദിയിൽ. ആ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പ്രവാചകൻ ചെന്നു. 10 ദിവസം അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചു. എന്നിട്ടും അദ്ദേഹം പർവ്വതത്തിന്റെ മാലാക വന്നിട്ട് ചോദിച്ചു, ദൈവത്തിന്റെ ശിക്ഷ ഇറക്കാൻ അങ്ങയുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. ദൈവമേ, അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ അവരുടെ മോചനത്തിന് വേണ്ടി അവർ ചെന്നത്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിൽ അറിവുള്ളവർ പിൽക്കാലത്ത് വരും, അതുകൊണ്ട് അവരെ നശിപ്പിക്കരുത്. ഈ ഒരു മനോഗതമാണ് ഒരു മുസ്ലിമിന്റെ മനോഗതം. ഞാൻ എന്താ ഇത് പറയുന്നത്? മതസൗഹാർദ്ദ സമ്മേളനത്തിലെ ഒരു മുസ്ലിം പ്രതിനിധി എന്ന നിലക്ക്, ഇസ്ലാമിന്റെ പ്രതിനിധി എന്ന നിലക്ക് ഇസ്ലാമിന് ഇതിനോടൊക്കെയുള്ള ഒരു സമീപനം. ഒരു ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോയി. ലോകത്തിലെ 1ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെയാണ്. 1948-ലൊന്നല്ല, 1ാമത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെയാണ്. ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോയപ്പോ പ്രവാചകൻ എഴുന്നേറ്റു, ആദരിച്ചു, ഭവ്യതയോടെ നിന്നു. അനുയായികൾ ചോദിച്ചു, അതൊരു ജൂതന്റെ ശവമഞ്ചമല്ലേ? ഉടനെ പ്രവാചകന്റെ ചോദ്യം എന്തറിയോ? ജൂതൻ മനുഷ്യനല്ലയോ? അതാ, ജൂതൻ മനുഷ്യനല്ലയോ? RSSും BJPയും ബജ്രംദളും പോപ്പുലർ ഫ്രണ്ടും സിമിയും മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും മനുഷ്യരല്ലയോ എന്ന ചോദ്യമാണ് ഈ നൂറ്റാണ്ടിൽ മുഴങ്ങേണ്ടത്. ഒരുപാട് രാത്രിയായി, സമയം ദീർഘിച്ചു പോകുന്നു എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധ്യാത്മിക പണ്ഡിതന്മാരുടെ സേവനങ്ങൾ ലോകത്തില്ലാതാവുകയും അവർ പലതിന്റെയും ആളുകളായി തീരുകയും എല്ലാ മതസമൂഹത്തിന്റെയും പണ്ഡിതന്മാരെ പണക്കാരും രാഷ്ട്രീയക്കാരും വിലക്കെടുക്കുകയും സാക്ഷാൽ മതം ലോകത്ത് ഉദ്ഘോഷിക്കാൻ ആളില്ലാതെ പോവുകയും നമ്മളിൽ വിള്ളലുകൾ സൃഷ്ടിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞ് തമ്മിലടിപ്പിച്ച് ഒരേ ദൈവത്തിന്റെ അടിമകളെ ഭിന്നിപ്പിച്ചു എന്ന വസ്തുത ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ഡിവൈഡ് ആൻഡ് റൂൾ. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ സംരംഭം ഇത് അവസാനിക്കണം. ഒറ്റ വഴി ഇസ്ലാം. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവവിശ്വാസത്തിനിടയിൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, ഈ ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്കറിയ ഒരൊറ്റ പോയിന്റാണ് ഞാൻ പറയുന്നത്. ഏതൊരു മുഹമ്മദ് നബി മരിച്ചു, ആകാശം നിന്നില്ല. യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ടു എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. വെള്ളിയാഴ്ച ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു. അതിനിടയിൽ രാവും പകലും ഉണ്ടായി. ആരാ ഇത് കൺട്രോൾ ചെയ്യുന്നത്? ഞാൻ ഓടിക്കുന്ന ഒരു കാർ ഞാൻ മരിച്ചാൽ അത് ഓഫായി പോകും, നിന്നുപോകും, അത് ഇടിച്ചു പോകും. ഈ പ്രപഞ്ചം മുഴുവനും നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ ആളുകളൊക്കെ ആയിരുന്നുവെങ്കിൽ അവരുടെ മരണത്തോടുകൂടി ലോകം അവസാനിക്കണം. ഇനി ഞാനാവട്ടെ, നിങ്ങളാവട്ടെ, സായിബാവട്ടെ, ആരാവട്ടെ,
ഏത് സ്വാമിയാവട്ടെ, ദേവനാവട്ടെ, ഇനി ഭീമാപ്പള്ളിയിൽ ഉമ്മിച്ചയാവട്ടെ, ഉള്ളാളെന്ന്, ഇവരെല്ലാം മരിക്കും. ഇവരൊക്കെ മരിച്ചാലും ആകാശവും ഭൂമി നിലനിൽക്കും, രാവും പകലും ഉണ്ടാവും. നമ്മൾ ചോദിക്കുന്നത്, ഖുർആൻ ചോദിച്ചിട്ടുള്ളത്, രാവും പകലും മാറി മാറി വരുന്നതിന്റെ പിന്നിൽ ഏതൊരു ശക്തിയാണോ അവനെ നിങ്ങൾ ദൈവമായി അംഗീകരിക്കുക. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നിങ്ങൾക്ക് ജീവൻ നൽകിയ, നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു രക്തപിണ്ഡത്തെ മാംസപിണ്ഡമായും മാംസപിണ്ഡത്തെ അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തൊരു നല്ല സൃഷ്ടിയായി ഈ ഭൂമി ലോകത്തേക്ക് പുറത്തു കൊണ്ടുവന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സാക്ഷാൽ നമ്മുടെ സൃഷ്ടാവ് പരമകാരുണികനായ. നേരത്തെ വൈദ്യുതി ബില്ലടക്കണം, ഫോൺ ഉപയോഗിച്ചാൽ ബില്ലടക്കണം, നമ്മൾ ശ്വസിക്കുന്ന വായുവിന് ബില്ലടക്കണ്ട. കാരണം അത് ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നതിന് അവൻ പണം ചോദിച്ചിട്ടില്ല. മനുഷ്യ നിർബന്ധത്തിനൊക്കെ പണം വേണ്ടി വന്നു. ദൈവം തന്ന വായു, ദൈവം തന്ന വെള്ളം, അത് കുടിച്ചും ആസ്വദിച്ചിട്ടും ആ ദൈവത്തിനെതിരെ ജീവിച്ച് മരിച്ചാൽ, ആ ദൈവത്തിന്റെ സൃഷ്ടികളെ നാം ആരാധിച്ചാൽ വരാനിരിക്കുന്നത് ഭയാനകരമായ ഒരു ശിക്ഷയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ദൈവം ഒരിക്കലും പൊറുക്കില്ല നിങ്ങൾ അവനിൽ പങ്കു ചേർക്കുന്നതിനെ. ഏതുപോലെ ഒരു ഭാര്യ ഭർത്താവിന് വസ്ത്രം അലക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭർത്താവ് ക്ഷമിക്കും, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ലേ ക്ഷമിക്കും, അതുപോലെ ഡ്രസ് അയൺ ചെയ്ത് കൊടുത്തില്ലേ ക്ഷമിക്കും, ഷൂ പോളിഷ് ചെയ്തിട്ടില്ലേ ക്ഷമിക്കും. ഭാര്യ മറ്റൊരു പുരുഷന്റെ കൂടെ രാത്രി അന്തി ഉറങ്ങുകയും അവളുടെ ശരീരം മറ്റൊരു പുരുഷന് പങ്കുവെച്ചാൽ ഒരു ഭർത്താവ് ലോകത്ത് ക്ഷമിക്കില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വായു, ദൈവത്തിന്റെ വെള്ളം, ദൈവത്തിന്റെ ഭൂമി, ദൈവത്തിന്റെ സൂര്യൻ ദൈവം തന്നതാണ് നമുക്കെല്ലാം. ആ ദൈവത്തെ മറന്ന് ദൈവേതരെ ആരാധിച്ച് ദൈവത്തിന്റെ കോപത്തിന് വിധേയരായി മരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ഈ മതസൗഹാർദ്ദ സമ്മേളനം മനുഷ്യ സൗഹാർദ്ദത്തിനാണ് പ്രധാനം. മതസൗഹാർദ്ദം എന്നതും മനുഷ്യ സൗഹാർദ്ദം എന്നതും രണ്ടും രണ്ടാണ്. മനുഷ്യന്റെ മഹാസൗഹാർദ്ദം, എന്റെ മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ഒരിക്കലും ബലാത്കാരമില്ല. അവൻ അവന്റെ മതമനുസരിച്ച് ജീവിക്കാം, നിനക്ക് നിന്റെ മതമനുസരിച്ച് ജീവിക്കാം. പക്ഷേ ദൈവത്തിന്റെ സാക്ഷാൽ മതം നിങ്ങളിൽ ആരനുസരിച്ചുവോ അവർക്ക് രക്ഷ, അവർക്ക് രക്ഷ, അവർക്ക് മാത്രമാണ് രക്ഷ. ദൈവം ഈ പ്രപഞ്ചത്തിന്റെ സകല മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചാൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി നമ്മൾ തീരും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് കിടന്നുറങ്ങാൻ പോകുമ്പോ ഇതൊരു സംഗീത കച്ചേരിയല്ല, ഇതൊരു ഗാനമേള കച്ചേരിയല്ല, ഇത് മനുഷ്യന്റെ മനസ്സിൽ ചിന്തിപ്പിക്കുന്ന പ്രഭാഷണങ്ങളാണ്. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രഭാഷണങ്ങളും നിങ്ങൾ ഇന്ന് പോയി ഉറങ്ങരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും കിടന്നിക്കുമ്പോ ഓർക്കണം, ഒരു ദൈവമുണ്ടെങ്കിൽ, സാക്ഷാൽ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ടെങ്കിൽ, അള്ളാഹു ഉണ്ടെങ്കിൽ, അവൻ അയച്ച പ്രവാചകന്മാരുണ്ടെങ്കിൽ, യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം എന്ന് ഗീതയിലെ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധർമ്മം എന്താണ് അത് കൃത്യമായിട്ട് പഠിക്കണം. വേദങ്ങൾ എന്താണ് കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെയുള്ള എല്ലാ വേദങ്ങളെയും താരതമ്യം ചെയ്ത് വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദങ്ങളെ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു യഥാർത്ഥ ദൈവമതം നമ്മുടെ മുമ്പിൽ അനാവൃതമാകും. ദൈവം അവതരിപ്പിച്ച സാക്ഷാൽ മതം എല്ലാറ്റിൽ നിന്നും വേർതിരിച്ച് എല്ലാ തിന്മകളും മാറ്റി നിർത്തിയാൽ നേർരേഖയിൽ ഒരു കൈവഴി, ദൈവത്തിലേക്കുള്ള സാക്ഷാൽ മതത്തിന്റെ വഴി നമ്മുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ മുജാഹിദ് പ്രവർത്തകരുണ്ട്, സെലഫികളുണ്ട്, അവർക്ക് ഇടവത്ത് സെന്ററുണ്ട്. നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ പഠിക്കാവുന്നതാണ്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ പുസ്തകം ഞങ്ങൾ പലയിടങ്ങളിലും വിതരണം ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ സെന്ററുകളിലൊക്കെ വന്ന് വാങ്ങി പഠിച്ച് തെറ്റിദ്ധാരണ തിരുത്താനെങ്കിലും, എല്ലാ മതങ്ങളും പരസ്പരമുള്ള തെറ്റിദ്ധാരണ തിരുത്താനെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മതഗ്രന്ഥങ്ങൾ കൈമാറലും പഠിക്കലും നമുക്ക് ഉപകാരപ്പെടും. മനസ്സിലാക്കാൻ എന്തൊക്കെയാണ് ഇതിലുള്ളത്. ഇപ്പൊ സാക്ഷാൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ഏകദൈവത്വമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലുള്ളത് എന്ന് മനസ്സിലായത് എപ്പോഴാണ്? എല്ലാ ഗ്രന്ഥങ്ങളും എളിയ തോതിൽ പഠിക്കാൻ ശ്രമിച്ചപ്പോ അത് മനസ്സിലായി. നമ്മൾ ഒന്നാണെന്ന് മനസ്സിലായി, നമ്മൾ തല്ലേണ്ടവരല്ലെന്ന് മനസ്സിലായി, ഒരേ ദൈവത്തിന്റെ അടിമകളാണെന്ന് മനസ്സിലായി, ഒരേ ദൈവം അവതരിപ്പിച്ച മതം സ്വീകരിച്ച് ജീവിക്കേണ്ടവരാണെന്ന് മനസ്സിലായി. അത് നിങ്ങളുടെ മുമ്പിൽ സത്യത്തോടെ ധൈര്യത്തോടെ അവതരിപ്പിച്ചു. എല്ലാ നന്മകളും നേരുകയാണ്. കൂടുതൽ കൂടുതൽ പഠിക്കുക. മദ്യത്തിൽ നിന്നും മറ്റ് തിന്മകളിൽ നിന്നൊക്കെ വിട്ട് സിനിമയൊക്കെ എത്രയെങ്കിലും കണ്ട് ജീവിതം പാഴാക്കുന്നതിൽ നിന്ന് മാറി
പഠനങ്ങളിലേക്ക് വന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഖുർആനിന്റെ 1-ാമത്തെ സൂക്തം തന്നെ പഠിക്കുക, വായിക്കുക എന്നാണ്. വായിച്ച് പഠിച്ചു മനസ്സിലാക്കി വേദങ്ങളെ താരതമ്യം ചെയ്ത് നമ്മൾ ഒന്നാണെന്നതിലേക്കുള്ള മഹത്തായ ഒരു യാത്രക്ക് ഈ സമ്മേളനം ഒരു അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.